കോഴിക്കോട് മോഡേൺ ബസാറിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇപ്പോൾ ഒരാൾ കൂടി മരിച്ചു. മരണം അങ്ങനെ 4ആയി. രാമനാട്ടുകര സ്വദേശി ദിനിൽ, ഫറൂഖ് കോളേജ് സ്വദേശികളായ അജീഷ്, വിമൽ, ശ്യാംലാൽ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഷഹദുണ്ട്. ഷഹദ്, മൊത്തം തകർന്ന് തരിപ്പണമായി. ഒരാൾ കൂടി മരിച്ചു എന്ന വിവരം വരുന്നു. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 3 മരണമായിരുന്നു. മൊത്തം 5 പേരാണോ കാറിൽ ഉണ്ടായിരുന്നത്? ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. മൊത്തം തകർന്ന് തരിപ്പണമായ നിലയിലാണല്ലേ കാറ്, ഷഹദ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ. ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത്, നമ്മൾ രാവിലെ ലൈവ് കൊടുക്കുന്ന സമയത്ത് ഈ കാറ് മാറ്റിയിട്ട സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ അപകടം കൃത്യമായിട്ട് നടന്നിട്ടുള്ള സ്ഥലമാണ്. അതായത് ഇവിടെ HDFC ബാങ്കിന്റെ ATM കൗണ്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട്. ആ കംഫർട്ട് സ്റ്റേഷന് മുന്നിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. നമുക്ക് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ, ഈ വാഹനത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. മാത്രമല്ല ഇവിടെ രക്തക്കറയൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പം സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് രാവിലെ പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേഷൻ പരിധിയിലുള്ള കൂടുതൽ പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് 3 മരണമായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം. 4 മരണമായി എന്നുള്ള വേദനിപ്പിക്കുന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്തത്.